എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. I am Dr. Gladys Matthews and welcome to this question answer session. വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മറുപടി കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും വചന പഠനത്തിൽ ദീർഘനാളുകളായി ഉണ്ടായിരുന്ന അനേകം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഈ സെഷനിൽ കൂടി തൃപ്തികരമായ മറുപടി ലഭിക്കുവാൻ ഇടയായതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. പ്രശസ്ത വേദ അധ്യാപകനും ഹീബ്രു ബൈബിൾ സ്കോളറുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനുകളിൽ ആധികാരികമായി വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നത്. ഇന്നും പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടി തരുവാൻ സർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, പ്രേക്ഷകർ ഈ എപ്പിസോഡുകൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നു എന്നതിന്റെ തെളിവാണ് അവരിൽ നിന്നും തുടർച്ചയായി നമുക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾ. ഇന്നും അനേകം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്രകാരമാണ്: നെയിം ഓഫ് ദ ഡേയ്സ് ആർ നോട്ട് മെൻഷൻഡ് ഇൻ ദ ഹോളി ബൈബിൾ ബട്ട് ഫസ്റ്റ് ഡേ, റെസറക്ഷൻ ഡേ ആൻഡ് സോ ഓൺ. വേദപുസ്തകത്തിൽ ദിവസങ്ങളെ പറ്റി പറയുമ്പോൾ ഒന്നാം ദിവസം, രണ്ടാം ദിവസം അല്ലെങ്കിൽ പുനരുത്ഥാന ദിവസം ഇങ്ങനെ പറയുന്നു. ദിവസങ്ങളുടെ പേര് പ്രസ്താവിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുകളുടെ പൊതുവായ സ്വഭാവം എന്ന വിഷയം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ചോദ്യം ഉണ്ടാകുന്നത്. പക്ഷെ ചോദ്യം വളരെ ജെന്യുവനായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഉത്തരം അറിയിക്കുന്നതും ഉത്തരം ഞാൻ പറയുന്നതും. ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ, അതായത് നമുക്ക് ഈ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അത് തോറ എന്ന് പറയുന്നത് ന്യായപ്രമാണ പുസ്തകങ്ങൾ, അതിൻ്റെ ജനറലായ സ്വഭാവം, അതിൻ്റെ ഗ്രേറ്റ് സിംപ്ലിസിറ്റി എന്നുള്ളതാണ്. ഗ്രേറ്റ് സിംപ്ലിസിറ്റി. ഞാൻ തന്നെ ഒരിക്കൽ ഹല്ലേലൂയയിലെ ഉൽപ്പത്തിയുടെ ലാളിത്യം എന്ന് പറഞ്ഞ ലേഖനം എഴുതിയിട്ടുണ്ട്. ചെറിയ ലേഖനം. എവറിത്തിങ് ഈസ് സിമ്പിൾ, ഡൗൺ ടു എർത്ത് സിമ്പിൾ. മുഴുവൻ വേദപുസ്തകം അങ്ങനെ സിമ്പിളാണ്. പക്ഷേ ഈ സിമ്പിളായ കാര്യമാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തൊരു വിജ്ഞാനത്തിൻ്റെ ഒരു സ്കോളർഷിപ്പിൻ്റെ കുപ്പായ എടുത്തിടാൻ പറ്റത്തില്ലല്ലോ. സിമ്പിളായ കാര്യമല്ലേ അല്ലേ? അതിനകത്തെന്താ വലിയ വലിയ വൈജ്ഞാനികത ഇരിക്കുന്നത്, പാണ്ഡിത്യം ഇരിക്കുന്നത്. അപ്പം നമ്മളത് അതെല്ലാം പഠിച്ച ഒരു വലിയ പണ്ഡിതന്മാരാണ്. അത് ആർക്കും മനസ്സിലാകത്തില്ല, നമുക്കേ മനസ്സിലാകത്തുള്ളൂ. വേദപുസ്തകമൊക്കെ ആർക്ക് പഠിച്ചു തരാൻ കഴിയും? എന്തോ കടലില്ലയോ? അപ്പോൾ നമ്മളെപ്പോലെ കുറച്ച് ബുദ്ധിജീവികൾക്ക് മാത്രമേ പഠിച്ചു തീർക്കാൻ ഒക്കത്തുള്ളൂ എന്നൊക്കെ ഇമ്പ്രഷൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മളിതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. അതിൻ്റെ ആ സിംപ്ലിസിറ്റിയിൽ നമ്മൾ അതിൽ നിന്ന് കാണാൻ ശ്രമിക്കാം. ഇപ്പം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടാകുമ്പോൾ മുമ്പൊക്കെ, ഇപ്പോഴല്ല, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ ജെൻഡർ നേരത്തെ പറയും, ആണെന്ന് പെണ്ണാന്ന്. അതിനനുസരിച്ച് നിങ്ങൾ പേര് തയ്യാറാക്കിയിരിക്കണം. ആ ജനിക്കുന്ന അന്ന് കുഞ്ഞിൻ്റെ പേര്, ആ പേര് റെക്കോർഡ് ചെയ്യണം. ആ പേരിലായിരിക്കണം ജീവകാലം മുഴുവൻ അറിയപ്പെടണ്ടല്ലേ. അവള് മാറ്റം വരുത്തുകയാണെങ്കിൽ, പേര് മാറ്റുകയാണെങ്കിൽ അവിടെ മുതലേ റെക്കോർഡ് ചെയ്തെത്തണം. പിന്നെ മുമ്പൊക്കെ ഞാൻ ജനിക്കുന്ന കാലത്ത് കുഞ്ഞ്, മോനെ, കുഞ്ഞ് ഇടാ ചെറുക്ക, കൊച്ചനെ എന്നൊക്കെ പറയത്തുള്ളൂ. അല്ലാതെ ഫുൾ നെയിം ബാബു ജോൺ വേട്ടമല എന്ന പേരിലല്ല ഞാൻ ജനിക്കുന്നത്. ആ സിമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ തിരുവെഴുത്തുകളെയും കാണാൻ നോക്കണം. നമ്മുടെ നാട്ടിലാണ് ചിലർ കുഞ്ഞ് എന്ന പേരിടുന്നത്. പ്രായമാകുമ്പോഴും കുഞ്ഞെന്നാണ്, കുഞ്ഞച്ചാനെന്നൊക്കെ നമ്മൾ പറയുന്നത്. ചിലർ കുട്ടി എന്നാണ് പറയുന്നത്. ആ കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടി. പിന്നെ കുഞ്ഞ് വലിയ മുതുകനായപ്പോഴും കുഞ്ഞ്. ഇതുപോലെ കൊച്ചുമോള് പ്രായമായപ്പോഴും കൊച്ചുമോളാൻറ്റി എന്ന് പറയുന്നത്. കുഞ്ഞുമോളാൻറ്റി ആൻറ്റി ആയത്. നമ്മൾ ആ നിഷ്കളങ്കതയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതുപോലെ ദൈവം സൃഷ്ടിക്കുക, ഒരു ദിവസത്തിൽ നിന്ന് വേറൊരു ദിവസത്തെ പറ്റി തിരിച്ചറിയാനുള്ള യാതൊരു ഡിഫറൻസും അവിടെ ഇല്ല.
ഒരു ദിവസം മറ്റൊരു ദിവസം നമ്മൾ തിരിച്ചറിയാൻ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം പിന്നെ എന്താ പറയുന്നത്? ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം, നാലാം ദിവസം, അങ്ങനെ വന്ന് ഏഴാമത്തെ ദിവസമായപ്പോൾ സബാത്ത് എന്ന് പേരിടേണ്ടി വന്നു. കാര്യം ഡേ ഓഫ് റെസ്റ്റ്, അതിനൊരു സ്പെസിഫിക്കേഷൻ വന്നു. അപ്പം ആ വീക്ക് സൈക്കിൾ തീർന്നു. ഇനി അടുത്ത വീക്കിൽ തുറക്കണം. അപ്പോൾ ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം വന്നു. ഉണ്ടോ? സ്പെസിഫിക്കേഷൻ അത് ഒന്നാം ദിവസം വന്നു. ഇനിയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അതിൻ്റെ വിശുദ്ധ ദിവസം, ഉയർപ്പിൻ ദിവസമെന്നും പിന്നെ പേര് വന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു വെള്ളിയാഴ്ചയാണ് ക്രൂശിക്കപ്പെട്ടതെന്നുള്ളത് അതിന് കഷ്ടാനുഭവത്തോട് ചേർന്നുള്ള കഷ്ടാനുഭവ വെള്ളിയാഴ്ച എന്നുള്ള സിഗ്നിഫിക്കൻസ് വന്നു. അപ്പം ഒരു ദിവസത്തെ വേറൊരു ദിവസത്തിൽ നിന്ന് വേർതിരിക്കത്തക്ക ഒരു ഈവൻ്റ് ഉണ്ടാകണം. ഈവൻ്റ് ഉണ്ടാകുന്നതിന് പേരിടുന്നത് ഈവൻ്റ് ഉണ്ടാകുന്നവരെ ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം, നാലാം ദിവസം. ആ ഈവൻറ്റിൻ്റെ ബേസിലാണ് ഡേയ്സിന് പേരുണ്ടായത്. മച്ച് ലേറ്റർ പിന്നെ കലണ്ടറൊക്കെ ഡെവലപ്പ് ചെയ്തു, ടൈം സ്കീമൊക്കെ ഡെവലപ്പ് ചെയ്തു. പിന്നെ പല ടൈം സോൺ ലോകത്തുണ്ടെന്നുള്ള കാര്യമൊക്കെ അന്ന് ഒന്ന് ടൈം സോണുള്ളന്ന് ആദാം ജീവിച്ച ഭൂമിയിൽ ഒരു ടൈം സോണേ ഉള്ളൂ. ഒരു ചെറിയ കോണ്ടിനെന്റ്, ഹോൾ എർത്ത് ഒരു ചെറിയ കോണ്ടിനെന്റാണ്. അല്ല ഇന്നത്തെ കാണുന്ന പോലെ ഒരുപാട് കോണ്ടിനെന്റ്സ് ഉള്ള ഭൂമിയല്ല. അത് ജലപ്രളയത്തിന് ശേഷമാണ് ഭൂമി ഖണ്ഡമായിട്ട് പിരിഞ്ഞ് ഒരുപാട് കോണ്ടിനെന്റ്സ് ആയിട്ട് മാറുന്നതും ദ്വീപുകൾ ഉണ്ടാകുന്നതും. ദൈവം ആദ്യം സൃഷ്ടിക്കുമ്പോൾ ഒരു കോണ്ടിനെന്റേ ഉള്ളൂ, ദ്വീപുകളില്ല, ബാക്കി മുഴുവൻ വെള്ളമാണ്, ഒരു ടൈം സോണേ ഉള്ളൂ. അപ്പോൾ ഒന്നിൽ നിന്ന് വേർതിരിക്കത്തക്ക യാതൊരു സംഗതിയിലും അന്ന് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതതിൻ്റെ ഏർലിയ സ്റ്റേജ്, അതായത് ദ ബേബിഹുഡ് സ്റ്റേജ് ഓഫ് ക്രിയേഷൻസ്. ദ ബേബിഹുഡ് സ്റ്റേജ് ഓഫ് ക്രിയേഷൻ. ബേബിഹുഡ് സ്റ്റേജ് ഓഫ് ക്രിയേഷനിൽ ആ ബേബിഹുഡ് ലാംഗ്വേജേ ഉപയോഗിക്കാവൂ. ബേബിഹുഡ് സ്റ്റേജിൽ ബേബി ലാംഗ്വേജ് മാത്രമേ ഉപയോഗിക്കാവൂ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന ടെക്നിക്സ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഈ മെക്കാനിസം ഓഫ് ക്രിയേഷൻ അവിടെ പറഞ്ഞിട്ടില്ല. അതൊക്കെ എത്രയോ കഴിഞ്ഞാണ് വിശുദ്ധ വേദോസം നമ്മൾ വായിച്ച്, ഏതാണ്ട് മോർ ദാൻ ഹാഫ് ഓഫ് ഇറ്റ് വായിച്ച് കഴിയുമ്പോഴേ നമുക്ക് ഈ ക്രിയേഷൻ മെക്കാനിസം എന്താണെന്ന് പോലും മനസ്സിലാകുന്നത്. ആദ്യം ഇതൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യം ആകെ പറഞ്ഞത് വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക, അല്ലേ? അതിനു മുമ്പ് ഉണ്ടാകട്ടെ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനിയും അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് മുഴുവൻ മനസ്സിലാക്കുന്ന എത്രയോ വർഷം കഴിഞ്ഞ. ഏതുപോലെ ഒരു ബേബി ഞാൻ എങ്ങനെയായി ഭൂമിയിൽ ജനിച്ചതെന്നുള്ളത് ആ ബേബിക്ക് അറിയാമോ? ഒരു പിടിയില്ല, ബേബിക്ക് ഒരു പിടിയില്ല. ഇയാൾ എങ്ങനെ അപ്പനായെന്നറിയാമോ? ഈ ഡാഡി എന്ന് വിളിക്കുന്ന ഈ പുള്ളി എങ്ങനെ എൻ്റെ അപ്പനായെന്നുള്ള ഏതെങ്കിലും ബേബിക്ക് അറിയാമോ? ഇല്ല, അറിയത്തില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഇളയ അനിയനുണ്ടാകുന്നത്. അപ്പം അമ്മയ്ക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അത് പിന്നെ ഈ സിസേറിയനായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയും കുഞ്ഞിനെയും കൊണ്ടുവരുന്നു. അച്ഛൻ ഫുൾ ടൈം ഹോസ്പിറ്റലാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മയും കുഞ്ഞിൻ്റെ കൂടെ അച്ഛൻ എപ്പോഴും ഉണ്ട്. എൻ്റെ വിചാരം അമ്മയുടെ വയറ്റിൽ കുഞ്ഞുണ്ടായത്, അമ്മയല്ലേ പ്രസവിച്ചത്, ഈ അപ്പൻ എന്തിൻ്റെ പുറകെ നടക്കുന്നത്? വാട്ട് റോൾ ഹാസ് ഹീ ഗോട്ട് ഇൻ ഇറ്റ്? ഈ കുഞ്ഞ് ഈ ഭൂമിയിൽ വരുന്നതിൽ ഈ അപ്പൻ എന്ന ആളിന് എന്ത് റോളാണ് ഉള്ളത്? വൈ ഹീസ് ഫീലിംഗ് സോ പ്രൗഡ് ഓർ സോ സ്മാർട്ട്? ഈസ് സ്മാർട്ടിങ് ഹിംസെൽഫ് ഓൺ ഓൾ സ്റ്റേജസ്. ഈ കുഞ്ഞിനെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ നിൽക്കുന്ന ദിവസം ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കും, ഇത് അമ്മയല്ലേ കഷ്ടപ്പെട്ട് പ്രസവിച്ചത്? വാട്ട് ഹസ് ദിസ് മാൻ ഡൺ? ഒരു പിടിയില്ല. അതാണ് ബേബിഹുഡ് നോളജ്. പക്ഷേ അതിൽ നിന്ന് ഹയർ നോളജിലേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. ഈ ബേബിഹുഡ് ഇന്നസെൻസ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അവതരണ രീതിയും ഒരു ഭാഷാ രീതിയുമാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ.
ആ സിംപ്ലിസിറ്റിയിൽ വേദപുസ്തകം എടുക്കാതെ നമ്മൾ എന്തുകൊണ്ടാണ് ഒന്നാം ദിവസത്തിൻ്റെ പേരിട്ടിട്ട് സൃഷ്ടിക്കാഞ്ഞത്, രണ്ടാം ദിവസത്തിൻ്റെ പേരിടാഞ്ഞത് എന്താ എന്നൊക്കെ ചോദിച്ചാൽ ഇതിന് ഇതേ മറുപടി പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തെ അതിൻ്റെ സിംപ്ലിസിറ്റിയിൽ ഗ്രഹിക്കാൻ ശ്രമിക്കുക. താങ്ക് യു. Okay, sir. That was a very clear answer. Thank you once again. അടുത്ത ചോദ്യവും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു എന്ന് വചനത്തിൽ കാണുന്നു. ഈ ഇരുൾ ദൈവസൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഞാൻ എപ്പോഴും പറയാനുണ്ടല്ലോ, നമുക്ക് എവിഡൻസ് എന്ന് പറയുമ്പോൾ 4 ടൈപ്പാണ്. ഡോക്യുമെൻ്റൽ എവിഡൻസ്, വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ്, സിറ്റുവേഷണൽ എവിഡൻസ്, ദെൻ കൊറോബറേറ്റീവ് എവിഡൻസ്. ഇതിൽ every creation finishes. Suppose every creation finishes. ആദ്യം സൃഷ്ടിച്ചുവെന്ന് നമുക്ക് അനുമാനിക്കാവുന്ന ലൈറ്റ്, പ്രകാശം വരുത്തുന്നത്, പിന്നെന്ത് ബാക്കിയുണ്ട്? ഇരുള്. Did you get me? Yes. എല്ലാം തീർന്നു. എന്തേ ബാക്കിയുള്ളൂ? ഇരുളേ ബാക്കിയുള്ളൂ. So darkness is uncreated. Darkness is uncreated. You don't have to do anything to create darkness. വെളിച്ചം ഉണ്ടാകാനാണ് ബുദ്ധിമുട്ട്. വിളക്ക് കത്തിക്കണം, ലൈറ്റ് ഓൺ ചെയ്യണം, തീ കത്തിക്കണം, അല്ലെങ്കിൽ കർട്ടനൊക്കെ തുറന്നിടണം സൂര്യ വെളിച്ചം കിട്ടാൻ. വെളിച്ചം ഉണ്ടാകാനാണ് ബുദ്ധിമുട്ട്. ഇരുളിന് യാതൊരു ബുദ്ധിമുട്ട്. ഇറ്റ് ഈസ് ദെയർ. പിന്നെ അല്ലേ നമ്മൾ ഈ സ്റ്റുഡിയോയിലൊക്കെ ഡാർക്ക് റൂം ഉണ്ടാക്കുന്നതാണ്, അത് വേറെ. അപ്പം there is every possibility to believe, imaginary believe, that darkness is uncreated. Darkness is there. എല്ലാം തീർന്നു വരും, ബാക്കിയുള്ള ഡാർക്ക്നെസ്സാണ്. യെസ്. ശൂന്യത എന്ന് പറഞ്ഞാൽ അതായിരിക്കും അല്ലേ? ശൂന്യത എന്ന് പറയുമ്പം അതല്ല. എന്നാൽ അവിടെ ഒന്നും ഇല്ലല്ലോ. ഒന്നും ഉള്ളിടവും ഡാർക്കായിരിക്കാം, ഒന്നും ഇല്ലായിടവും ഡാർക്കായിരിക്കാം. എല്ലാം ഉണ്ട്, പക്ഷെ വെളിച്ചമില്ല, പിന്നെ ഇരുളല്ലയോ? എല്ലാം അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ വെട്ടമില്ല, പിന്നെന്തുവാ? ഇരുള്. ഇനിയും ഒന്നുമില്ല, വെളിച്ചമില്ല, പിന്നെന്തുവാ? ഇരുള് അല്ലേ? അപ്പൊ ഇരുളെന്ന് പറയുന്നത് അൺക്രിയേറ്റഡ്, ആരും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലാതെ ഉണ്ടായിരിക്കും. ഇരുളിനെ മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. ഇരുളെ മാറ്റാനാണ് ബുദ്ധിമുട്ട്. That was a brilliant answer, sir. Thank you. അടുത്ത ചോദ്യവും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. 1-ാം അധ്യായത്തിൽ ദൈവം 6 ദിവസം കൊണ്ട് സർവത്തെയും സൃഷ്ടിച്ചു. ഈ 6 ദിവസങ്ങളിലും സന്ധ്യയായി ഉഷസ്സുമായി എന്ന് കാണുന്നു. എന്നാൽ 7-ാം ദിവസത്തിന് മാത്രം അങ്ങനെ പറഞ്ഞിട്ടില്ല. 7-ാം ദിവസം തീർന്നോ അതോ ഇനിയും ശേഷിക്കുന്നുണ്ടോ? ഓക്കെ, ആ 7-ാം ദിവസം 6-ാം ദിവസം കഴിഞ്ഞു, 7-ാം ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം നേരം എടുത്തോ? പിറ്റേ ദിവസം നേരം എടുത്തു അല്ലേ? ആ ശബത്ത് കഴിഞ്ഞ് അടുത്ത ശബത്ത് 7-ാമത്തെ ദിവസമാണ്. അതിനടുത്ത ദിവസം നേരം എടുത്തല്ലോ. ആ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ഇതുവരെ. അതിന് വേറെ ഒരു പേരും വിട്ടു വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി. അപ്പം സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം സൃഷ്ടിച്ച ആ 7 days a week എന്ന ആ സ്ട്രക്ചർ, 7-ാമത്തെ ദിവസം ശബത്തോടുകൂടി അവസാനിക്കുന്ന ആ സ്ട്രക്ചർ, അത് സൃഷ്ടിപ്പിൻ്റെ 1-ാമത്തെ ദിവസം മുതൽ ഇന്ന് വരെയും തുടരുക. പിന്നെ 8-ാം ദിവസം, 9-ാം ദിവസം, 10-ാം ദിവസം എന്ന് പേരിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ പ്രത്യേകത the 8th day and the first day are the same day എന്നുള്ളതാണ്. 8-ാം ദിവസം 1-ാം ദിവസം ഒരേ ദിവസമാണ്. 1-ാം ദിവസം ആഴ്ച വിടുന്ന 1-ാം ദിവസം അത് തന്നെയാണ്. ഏത്? ശബത്ത് കഴിഞ്ഞുള്ള അടുത്ത ദിവസം, 7-ാം ദിവസം കഴിഞ്ഞുള്ള 8-ാം ദിവസം.
8-ാം ദിവസവും 1-ാം ദിവസവും ഒന്നാണെന്നുള്ള ആ ആ ഒരു കണക്കുകൂട്ടലാണ് ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ ടൈം സ്കീം നിർണ്ണയിക്കുന്നത്. ദൈവത്തിൻ്റെ ലുക്ക് അറ്റ് ഗോഡ്സ് വിസ്ഡം, ലുക്ക് അറ്റ് ഗോഡ്സ് വിസ്ഡം. ആ ഒരു ഫ്രെയിമിനകത്തല്ലാതെ ഈ ലോകത്തെ പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇനി ദൈവം അന്ന് സൃഷ്ടിച്ചു വെച്ച ആ ഫ്രെയിമുണ്ട്, ആ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിന് പുറത്ത് പോയി നമുക്ക് ഹിസ്റ്ററി പഠിക്കാൻ ഒക്കത്തില്ല. ആ സ്ട്രക്ചറിന് പുറത്ത് പോയി നമുക്ക് ജിയോഗ്രഫി പഠിക്കാൻ ഒക്കത്തില്ല. ആ സ്ട്രക്ചറിന് പുറത്ത് പോയി നമുക്ക് ഒരു അറിവും നേടാൻ ഒക്കത്തില്ല. അതിനകത്ത് നിൽക്കുക. ഓൺ ദി ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയുടെ ആദ്യ ദിവസങ്ങൾ ദൈവം ഉണ്ടാക്കി വെച്ച ആ കൊഹീറൻസ് ആണ്. അവിടെയാണ് നമ്മൾ ദ വിസ്ഡം ഓഫ് ഗോഡ് എന്ന സബ്ജക്റ്റ് പഠിക്കുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ അറിവ് എത്ര ആഴമേറിയതാണ്. പൗലോസ് പറയാ, ആ ദൈവത്തിന് മന്ത്രിയായിരുന്നവനാ, ആ ദൈവത്തിന് എന്തെങ്കിലും കാര്യം ഗ്രഹിപ്പിച്ചു കൊടുത്തവനാർ. വാട്ട് എ പ്രൊഫൗണ്ട് വിസ്ഡം അവർ ഗോഡ് ഈസ്. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ വിസ്ഡം, ഭയങ്കര വിസ്ഡമാണ് അവർ ഗോഡ്. ആ വിസ്ഡമാണ് ഈ 7 days സർക്കിൾ എന്ന് പറയുന്ന ആ വീക്കിൻ്റെ കണ്ടിന്യൂറ്റി കാണിക്കുന്നത്. അത് പൊളിഞ്ഞു പോയെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് പൊളിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചവരെല്ലാം ലോകത്തിലെ മണ്ടന്മാരായിട്ടുണ്ട്. ശ്രദ്ധിച്ചോണേ. സൺഡേ ഈസ് ദ ഫസ്റ്റ് ഡേ, സാറ്റർഡേ ഈസ് ദി ലാസ്റ്റ് ഡേ. ആ സ്ട്രക്ചർ നിലനിൽക്കെ അതിനകത്ത് നോ, ഫ്രൈഡേ ഈസ് ദ ഫസ്റ്റ് ഡേ, തേഴ്സ്ഡേ ഈസ് ദ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞ് വേറൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയ കുറേ ആൾക്കാരുണ്ട്. എന്നിട്ട് അവരുടെ ഏതെങ്കിലും നോളജ്, അറിവിൻ്റെ ബേസിസ് ആയിട്ട് ലോകം എടുത്തിട്ടുണ്ടോ? അറിവ് എന്ന് പറയുന്ന കാര്യത്തിന് ഒരു ടൈം സ്കീം ഉണ്ട് എപ്പോഴും. നോളജ് ഹാസ് എ ടൈം സ്കീം, അതിനോട് സംശയമില്ല, അല്ലേ? ദ സ്ലൈറ്റസ്റ്റ് കാലിബ്രേഷൻ ഓഫ് ടൈമാണ് എല്ലാ നോളജിൻ്റെ ബേസിസ്. ദ കാലിബ്രേഷൻ ഓഫ് ടൈമാണ് എല്ലാ നോളജിൻ്റെ ബേസിസ്. അതില്ലാതെ ഒരു ഫിസിക്സും ഇല്ല, ഒരു കെമിസ്ട്രിയും ഇല്ല, ഒരു മാത്തമാറ്റിക്സും ഇല്ല, ഒരു അബ്സല്യൂട്ട് നത്തിങ് ആണല്ലോ. അതിൻ്റെ ഫണ്ടമെന്റൽ എവിടെ പോയി? ദൈവം സൃഷ്ടിച്ച ഫസ്റ്റ് ഡേ ടു 7th സാറ്റർഡേ എന്നുള്ളതാണ്. അതിന് വിരുദ്ധമായിട്ട് വേൾഡ് വൈഡായിട്ട് ടൈം സ്കീമും കലണ്ടറും ഒക്കെ ഉണ്ടാക്കിയ വേറെ ആളുകളുണ്ട്. എന്നിട്ട് അവരുടെ ഏതെങ്കിലും നോളജ് അറിവിൻ്റെ ഫണ്ടമെന്റലായിട്ട് ലോകത്തിലെടുക്കാൻ കഴിയുമോ? ഹിസ്റ്ററിയുടെയോ അല്ലെങ്കിൽ ജിയോഗ്രഫിയുടെയോ ഫിലോസഫിയുടെയോ ഫിസിക്സിൻ്റെയോ സയൻസസിൻ്റെയോ മാത്തമാറ്റിക്സിൻ്റെയോ എന്തിൻ്റെങ്കിലും ഫണ്ടമെൻ്റലായിട്ട് ബേസായിട്ട് മെഷർമെൻ്റായിട്ട് അവരുണ്ടാക്കിയ ഫേബ്രിക്കേറ്റഡ് നോളജ് എടുക്കാൻ കഴിയുമോ? കഴിയത്തില്ല. ദൈവം ഉണ്ടാക്കിയ ഈ സൺഡേ ടു സാറ്റർഡേ ടൈം സ്കീം അതിനകത്ത് കൊണ്ട് വെക്കാതെ, ആ ഫ്രെയിമിനകത്ത് വെക്കാതെ ഒരു നോളജിനും റെലവൻസ് ഇല്ല, ഒരു നോളജിനും എക്സിസ്റ്റൻസ് ഇല്ല. നോ നോളജ് ഹാസ് റെലവൻസ്, നോ നോളജ് ഹാസ് എക്സിസ്റ്റൻസ് അതർ ദാൻ കമ്മിങ് ഇൻ ടു ഇറ്റ്. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഇപ്പം വേദപുസ്തകം തെറ്റാണ് എന്ന് പറയുന്നവരും, വേദപുസ്തകം എന്ന് പറയുന്ന ഒരു ഫേക്ക് റിലീജിയസ് ടെസ്റ്റാണെന്ന് പറയുന്നവരും, അങ്ങോട്ട് ദൈവം ഇല്ല എന്ന് പറയുന്നവരും, അത് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടൈം സ്കീം ഉണ്ടല്ലോ. നീ എന്താ പറയുന്നത്? ഒരു ഡേറ്റ് പറയുമല്ലേ? ഈ പറയുന്ന ആളിന് ഒരു ഡേറ്റും ഡേയെ പറ്റി അറിയാമല്ലോ. ഈ ഡേറ്റ് ഡേ എന്ന കൺസെപ്റ്റിന്റെ ബിഗിനിങ് എപ്പോഴാണ്? ഇതാരാ ഉണ്ടാക്കി? നീയാന്ന് ഉണ്ടാക്കി? അത് നിന്റെ അമ്മായിവൻ ഉണ്ടാക്കിയാണോ? അല്ലല്ലോ. സ്വർഗസ്ഥനായ ദൈവം ഉണ്ടാക്കിയ ആ ദൈവത്തിൻ്റെ ഭൂമിയിൽ, ആ ദൈവത്തിൻ്റെ ടൈം സ്കീമിനകത്ത് നിന്നുകൊണ്ട് ഈ പുള്ളി പറയുക എന്ത്? ദൈവമില്ല, വേദോസം തെറ്റാണെന്ന്. എന്തോരം മണ്ടത്തര പറയുന്ന ആലോചിച്ച് നോക്കി. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധമാണ് ഇന്ന് വരെ അൺക്വസ്റ്റ്യൻഡ് ആയിട്ട് അൺചേഞ്ചബിൾ ആൻഡ് അൺചേഞ്ച്ഡ് ആയിട്ട് എത്രയോ 1000 വർഷങ്ങളായിട്ട് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഈ ദൈവത്തെ വിശ്വസിക്കാനും ഈ ദൈവത്തെ പിൻപറ്റാനും. ദാറ്റ് ഈസ് മൈ വെരി വെരി എക്സ്പ്ലെയിൻഡ് ആൻസർ, മാഡം. യെസ് വെരി ക്ലിയർ സർ. ദൈവം സ്ഥാപിച്ച കലണ്ടർ മനുഷ്യൻ ഇന്നും ഫോളോ ചെയ്യാൻ നിർബന്ധിതനാകുന്നുള്ളത്
മനുഷ്യൻ അറിയാതെ ഫോളോ ചെയ്യാൻ നിർബന്ധിതനാ. Yeah. നിരീശ്വരവാദിക്കും അവൻ പറയുന്ന അതാണ് കാര്യത്തിൽ ഡേറ്റ് ഇവിടെ ഉണ്ടായോ? അതെ, അവനൊരു അതെ, ഡേറ്റ് അതെ. ഓഫ് ബർത്ത് ഉണ്ടോ? ഈ നിരീശ്വരവാദിക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായോ? അതിന് ഉണ്ടല്ലോ. എഴുതണം. ആ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താ? ആ ഒരു ടൈം സ്കീം, ആ ടൈം കൺസെപ്റ്റ് എവിടെ നിന്ന് ഉണ്ടായത്? ഇവൻ ജനിച്ചപ്പോഴാണ് ഉണ്ടായത്. ദൈവം സ്ഥാപിച്ചത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിയുടെ ഏർലിയസ്റ്റ് മൊമെന്റിൽ ദൈവം സ്ഥാപിച്ചതാ, അല്ലേ? അത് മനസ്സിലാക്കാതാണ് എന്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ദൈവമില്ലെന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ മൂഢൻ പറഞ്ഞു. തന്നെ. ഹൃദയത്തിൽ പറഞ്ഞപ്പോഴേ മൂഢനായി. അവൻ്റെ അതെ, ഇന്റർനെറ്റ് വന്ന് വിളിച്ച് പറയുന്നത് നമ്മൾ എന്താ വിളിക്കണ്ടേ? നമ്മളൊന്നും അതെ, വിളിക്കുന്നില്ല. അതെ, അതെ. ഭാഷ വിളിക്കാനൊന്നുമില്ല. റിയലി അമേസിംഗ് സർ. താങ്ക് യു. അടുത്ത ചോദ്യവും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഉം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 9-ാം വാക്യത്തിൽ അബ്രഹാമിന്റെ യാഗത്തോട് ബന്ധപ്പെട്ട ഈ വചനത്തിൽ ദൈവം അബ്രഹാമിനോട് പശുക്കിടാവിനെയും നീ 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റിനെയും ഒരു കുറുപ്രാവിനെയും പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവിടെ 3 വയസ്സ്, ആ 3 വയസ്സിന് എന്തേലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 വയസ്സിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ ഇത് യാഗമല്ല. ഒന്ന്, യാഗമല്ല. യാഗത്തിലാണെങ്കിൽ 1 വയസ്സുള്ള ആട്ടുകൊറ്റനാണ്, 1 വയസ്സുള്ള. ഇത് ഉടമ്പടിയാണ്, കവനന്റാണ്. 1 വയസ്സിൽ ഉള്ളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ സ്ട്രെങ്തിലെത്തി, ഫുൾ ഗ്രോത്തിലെത്തി ആട്ടുകൊറ്റൻ ഫുൾ സ്ട്രെങ്തിലെത്തി കഴിഞ്ഞു. 3 വയസ്സാകുമ്പം അതിൻ്റെ ഫുൾനെസ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ മച്യൂരിറ്റിയിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഡീക്കെ ആരംഭിക്കുക. ഇനി അത് ഡീക്കെ ആരംഭിക്കുക. അപ്പോൾ ഇവിടെ ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഈ 1 വയസ്സുള്ള ആടിങ്ങനെ യൗവനം കൊണ്ട് ത്രസിച്ച് നിൽക്കുക, ത്രോബിങ് വിത്ത് വൈറ്റാലിറ്റിയാണ്. അവിടെ സ്ട്രെങ്ത് ആൻഡ് ഇമോഷനാണ് അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഗ്രോത്തിൻ്റെ പെർഫെക്ഷനിലെത്തിയാലോ ഇനി ഡീക്കെ തുടങ്ങാൻ പോവാം. അവിടെ മുഴുവനും അണ്ടർസ്റ്റാൻഡിങ്, നോളജ് ആൻഡ് മച്യൂരിറ്റിയാണ്. ഒരു പറച്ചിലുണ്ട് കേട്ടോ, ഇഫ് എ മാൻ doesn't become healthy by 20, wealthy by 30 and wise by 40, he will not become wealthy or wise. 20 വയസ്സാകുമ്പോഴേക്ക് ഒരു പുരുഷൻ ആരോഗ്യവാനായിരിക്കണം. 30 വയസ്സാകുമ്പോഴത്തേക്ക് ഭാവിക്കുള്ള ധനസമ്പാദനം എല്ലാ മാർഗത്തിലും എത്തിയിരിക്കണം, നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിരിക്കണം. 40 വയസ്സാകുമ്പോഴത്തേക്ക് അവൻ ജ്ഞാനപൂർണനാകണം. ഇല്ലെങ്കിൽ അതിനുശേഷം ഇതൊന്നും ഉണ്ടാകത്തില്ല. 40 വയസ്സായിട്ടും വിവരമില്ലെങ്കിൽ ഇനി അവന് വിവരം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഈ 3 വയസ്സെന്ന് പറയുന്നത് നോളജിൻ്റെ പെർഫെക്റ്റ് ലെവലാണ്. നോളജിൻ്റെ പെർഫെക്റ്റ് ലെവലാണ്. അപ്പം ഒരു ഉടമ്പടി എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെയായിരുന്നു, അതെനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പിന്നെ പറയാൻ പാടില്ല. നീ എന്തിനാണ് ഈ കവനന്റ് എന്ന് പറയുന്നത്? എന്താണ്, എന്തിനോട്ടാണ്? വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ആർ എൻറ്ററിങ് ഇൻ ടു? ഡു യു നോ ദ കോൺസിക്വൻസ് ഓഫ് ഇറ്റ്? അത് ഇതിൻ്റെ കോൺസിക്വൻസ് അറിയാവുന്ന ആളാണ് ഈ കവനന്റിൽ ഏർപ്പെടുന്നത് എന്നുള്ളതിൻ്റെ സിമ്പലായിട്ടാണ് ഈ 3 വയസ്സ് വെക്കുന്നത്. മീൻസ് പെർഫെക്ഷൻ ഓഫ് നോളജ് ആണ്, മച്യൂരിറ്റി. ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. സോ വേദപുസ്തകത്തിൽ ഒരു ചെറിയ വിഷയമാണെ പോലെ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നുള്ളതാണ്. It has a significance. It has a significance. Yes. താങ്ക് യു വെരി മച്ച് സർ. ഒരു ചോദ്യം കൂടെ, പൗലോസിന്റെ മൃഗയുദ്ധം യഥാർത്ഥത്തിലുള്ളതാണോ അതോ പ്രതിരൂപാത്മകമാണോ? പിന്നെ അല്ല. നമ്മൾക്ക് ഈ അപ്പോസ്തലനായ പൗലോസ് അത് 2 കൊരിന്ത്യൻസിലാണ് എഴുതുന്നത്. എഫെസോസിൽ ഞാൻ മൃഗയുദ്ധം ചെയ്തെന്ന്. ആശയ്ക്ക് ജീവിച്ചിരിക്കുമോ എന്നുള്ള പ്രതീക്ഷയില്ലാതിരുന്നിട്ടും ആശയ്ക്ക് വിരോധമായ ആശയോട് വിശ്വസിച്ചു എന്ന്.
ഇതൊക്കെ അവിടെ പറയുന്ന കാര്യമാണ്. നമുക്കതിനകത്ത് ഒരു സിമ്പിളായ ചോദ്യമാണ്. ഇതിന് വൺ വേർഡ് ആൻസർ ഉണ്ട്, ഓൺലി വൺ സെൻറ്റൻസ് ആൻസർ ഉണ്ട്. ആൻസർ എന്താ? സിമ്പിൾ അല്ല, പ്രതിപരവാദമല്ല, ലിറ്ററല്ല എന്ന് പറയുമ്പോൾ കാര്യം തീർന്നു. അടുത്ത ചോദ്യം, ഹൗ ഡു യു സബ്സ്റ്റാൻഷിയേറ്റ് എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ചോദ്യങ്ങളെക്കാൾ വലുതായിരിക്കും നമ്മുടെ ഉത്തരം. ഇത് ചെറിയ ചോദ്യമാണ് ചോദിക്കുന്നത്, പക്ഷെ നമ്മുടെ ഉത്തരങ്ങൾ എത്രയോ വലുതാണ്. കാര്യം ഇതൊരു വിസ്ഡം ടോക്കാണ്. നമ്മുടെ പേർപ്പസ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ദ പബ്ലിക് എന്നുള്ളതാണ്. പബ്ലിക്കിന് ഈ വിഷയത്തെപ്പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതൊരു അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തരാൻ കഴിയുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ പറയും. അരമണിക്കൂറിനാണ് ഉത്തരം തീരത്തില്ലെന്നുണ്ടെങ്കിൽ സോറി, എനിക്ക് പറയാൻ പറ്റത്തില്ലെന്ന് പറയും. പൗലോസ് താൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് തൻ്റെ ലേഖനങ്ങളിൽ എഴുതി വച്ചിട്ടില്ല. അത്യാവശ്യം പരാമർശിക്കേണ്ട കാര്യങ്ങൾ മാത്രം പരാമർശിക്കേണ്ട സമയത്ത് പരാമർശിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒന്നാം മിഷണറി യാത്ര അവസാനിക്കുന്ന ലുസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത്, ലിസ്ട്ര, അവിടെ വെച്ച് പരിശുദ്ധ എറിഞ്ഞു കൊന്നു. ഓടയ്ക്കകത്തിട്ട് അമ്മര് പോയി. കൂടെയുള്ള വിശ്വാസത്തിൽ ചുറ്റി നിന്ന് പ്രാർത്ഥിച്ചു. പൗലോസ് എഴുന്നേറ്റ് വന്നു. അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോയി, ആരാധനയ്ക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, വിശ്വാസത്തിൽ നിലനിൽക്കണം, നാം അനേക കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു. ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അത് കഴിഞ്ഞ് 10-13 വർഷം കഴിഞ്ഞിട്ട് തൻ്റെ അപ്പോസ്റ്റലിഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരവസരം ഉണ്ടാവും. ഇയാളുടെ ഇവിടുത്തെ അപ്പോസ്തലൻ, ഇയാളെ ആര് അപ്പോസ്തലനാക്കി എന്ന ചോദ്യം താൻ സ്ഥാപിച്ച കൊരിന്ത് സഭയിൽ തന്നെ വന്നപ്പോൾ പൗലോസിന് മറുപടി പറയണമെന്ന് 14 വർഷം മുമ്പ് ഞാൻ ക്രിസ്തുവിലൊരു മനുഷ്യനെ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോടെ എടുക്കപ്പെട്ടു, ശരീരത്തോടൊരു ശരീരം കൂടെ അത് ഞാൻ അറിയുന്നില്ല, മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത ഭാഷ ഞാൻ അവിടെ കേട്ടെന്ന്. അപ്പം പൗലോസിന് നമ്മൾ ഇന്ന് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പറയും, ഇന്ന് ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായി. ഈ കല്ലെറിഞ്ഞ് കൊന്നി ഉടയ്ക്കാത്ത ശരീരം കിടക്കുമ്പം ആത്മാവങ്ങ് ചെന്നു, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, അവളുടെ കാര്യങ്ങളൊക്കെ കണ്ടു, തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച, സഹോദരന്മാരെ നിങ്ങൾക്കറിയാമോ, ഇന്നലെ പകൽ എന്നെ എറിഞ്ഞു വന്ന് ഓടയ്ക്കകത്ത് കിടന്നപ്പോൾ എൻ്റെ ആത്മാവ് ഞാൻ സ്വർഗസ്ഥലങ്ങളിലേക്ക് പോകുവാനിടയായി തീർന്നു. അവിടെ ഞാൻ കണ്ടെന്ന് നോക്കാൻ നിങ്ങൾക്കറിയാമോ? ഒന്നും പറഞ്ഞില്ല. None of these things. ഒന്നും പറഞ്ഞില്ല, നിശബ്ദനായിരുന്നു. ഒരു കാലത്ത് അത് പറയേണ്ട ഒരു ഗതികേട് വന്നപ്പം ഒറ്റ പ്രാവശ്യം പറഞ്ഞേ ഉള്ളൂ, പിന്നെ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾക്ക് ഈ എനിക്ക് തോന്നുന്നത് സ്കോട്ട്ലൻഡിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ ആണെന്ന് തോന്നുന്നു. ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സിൻ്റെ പ്രൊഫസറായിരുന്ന ഒരു PhD കാരനുണ്ട്, വില്യം മിച്ചൽ റാംസെ. വില്യം മിച്ചൽ റാംസെ അതിൻ്റെ PhD കഴിഞ്ഞിട്ട് ഈ പൗലോസ് എന്ന മനുഷ്യൻ ജീവിച്ചിരുന്നോ, ഈ ബൈബിളിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ അയാൾ പോയതാണോ, അങ്ങനെ സ്ഥലങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള സഭകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്തോ ആയി, അത് അറിയണമല്ലോ. അറിയുന്നതിന് വേണ്ടി അയാളുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ടൈം മുഴുവൻ മാറ്റിവെച്ചു വില്യം മിച്ചൽ റാംസെ പൗലോസിൻ്റെ പുറകെ പോയിട്ട് തൻ്റെ ലൈഫ് ഹിസ്റ്ററി മുഴുവൻ സെർച്ച് ചെയ്തു, കംപ്ലീറ്റ്. പൗലോസിൻ്റെ ബയോഗ്രഫി എൻ്റെ ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, എൻ്റെ അകത്തിരിക്കുകയാണ്, ഷെൽഫിലിരിക്കുക, അല്ലെങ്കിൽ എടുക്കാമായിരുന്നു. ഇപ്പം എനിക്ക് അവിടെ നടന്നു പോകാൻ വയ്യ. പൗലോസിൻ്റെ ഏറ്റവും വലിയ ബയോഗ്രഫി ദിസ് ബിഗ് ഇറ്റ് ഈസ്. ഇറ്റ്സ് എ മാസീവ് ബയോഗ്രഫി. അപ്പോൾ വില്യം മിച്ചൽ റാംസെയുടെ റൈറ്റിങ്സും പൗലോസിൻ്റെ ഒറിജിനൽ ബയോഗ്രഫി ഒറ്റ ഒരാൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുള്ളൂ. only one person could write it. എവിഡൻസ് കിട്ടാൻ അതുപോലെ ബുദ്ധിമുട്ട്, റിസർച്ച് മെറ്റീരിയൽ കിട്ടാൻ.
ഇപ്പൊ ചോദിക്കും റാംസെ എഴുതിയൊക്കെ ശരിയാന്ന് ആര് പറഞ്ഞു എന്ന്. ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയ്ക്ക് അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ ലാർജ് പാർട്ട് ചങ്ക് ഓഫ് ഇൻഫർമേഷൻ കൊടുത്ത മനുഷ്യനാ ഈ വില്യം മിച്ചൽ റാംസെ എന്ന് പറഞ്ഞ ഒരാള്. റാംസെയുടെ അതോറിറ്റി ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒക്കത്തില്ല. ഈസ് എൻ ഒറിജിനൽ റിസർച്ചർ. അപ്പം നമുക്ക് ഇത് നമ്മുടെ എവിഡൻസ് ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാൻ ഈ അമേരിക്കക്കാരുടെ പുസ്തകങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും ബൈ ആൻഡ് ലാർജ് ഞാൻ വായിക്കാറില്ല. കാരണം അവർക്ക് ഈ ഭാവനയാണ്, സങ്കല്പങ്ങളാണ്. യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തേക്ക് പറഞ്ഞ ഒരുപാട് താഴെ ഇറങ്ങി വരണം. ഇമാജിനേഷൻ്റെ കൊന്നത്തെങ്ങിലിരിക്കുന്ന കക്ഷികളാണ് അവർ. യാഥാർത്ഥ്യം ഒത്തിരി താഴെ ഇറങ്ങി വരണം എങ്കിലും അവർക്ക് മനസ്സിലാകുള്ളൂ. അത് അമേരിക്കൻ സ്കോളേഴ്സിൻ്റെ വലിയ പ്രോബ്ലം. സോ ലീവ് ദം അസൈഡ്. ഞാനിപ്പോൾ 2 സോഴ്സസ് പറഞ്ഞു, അത് വായിക്കണം. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പൗലോസ് എഫെസോസിലായിരുന്നപ്പോൾ സഭ അതിഭയങ്കരമായി വളർന്ന കാരണം എഫെസോസ് നഗരം വലിയ ക്രൈസിസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ക്രൈസിസ് ഫേസ് ചെയ്യേണ്ടി വന്ന ഒന്നാമത്തെ കൂട്ടരാണ് എഫെസോസിൻ്റെ ഇൻകം. നമുക്ക് നോക്കണേ. ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തിലെ ആദ്യത്തെ ബാങ്ക് അവിടെ. ലോകത്തുള്ള മുഴുവൻ ധനവാന്മാർ അവരുടെ പൈസ കൊണ്ട് എഫെസോസിലാണ് നിക്ഷേപിക്കുന്നത്. കാര്യം അർത്തമസ് ദേവിയുടെ ക്ഷേത്രമായിരുന്നു ഏറ്റവും സ്ട്രോങ് ആയ ബിൽഡിങ്. പൈസ കൊണ്ട് വെച്ച് ആരും മൂട്ടിച്ചുകൊണ്ട് പോകത്തില്ല. ഇന്നത്തെ സ്വിസ് ബാങ്കാണത്. പിന്നെ ഇവർ വരുന്നത് വൃത്തികേടുകൾക്കാണ് വരുന്നത്. അപ്പോൾ വൃത്തികൾക്ക് അവിടെ ലൈസൻസ്, അത് വലിയൊരു ഓണറാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെയൊക്കെ ചെറുത് ഞങ്ങളുടെ നാട്ടിൽ 2 കള്ളുകുടിയന്മാരേ ഉള്ളൂ. ആരെങ്കിലും പമ്പിപ്പോൾ ഷാപ്പിൽ കുടിക്കുമായിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ 2 പേരെ കള്ളുകുടിയന്മാരെന്ന് അറിയപ്പെടുന്നത്. വഴിയെ കള്ളു കുടിച്ച് നടക്കുമെന്ന് പറഞ്ഞാൽ വലിയൊരു ഡിസോണ്ടറാണ്. അയാളുടെ മോളെ പോലും ആരും കല്യാണം കഴിക്കത്തില്ല. ഇപ്പോഴെന്ന് പറയുമ്പം ഒരു ഒരു പാർട്ടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് കള്ളില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വിലയില്ല. പ്രസ്റ്റീജ് ഇഷ്യൂ. ഇതുപോലെ മനുഷ്യൻ ചെയ്യാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന പാപങ്ങളൊക്കെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണ് എഫെസോസ്. അപ്പം ഈ പാപികൾ അവിടെ വന്നിട്ട് ഇതിനു വേണ്ടി വരിക. വരുമ്പോഴാണ് അവിടെ ഒരു ലെക്ചർ ഹോളുണ്ടത്. ആരുടെ? ഇയാളുടെ, പിന്നെ ടിറേനിയസിൻ്റെ. ടൈറേനിയസ് എന്ന് പറയുന്ന ആൾ ശരിക്കും അയാളുടെ ശരിക്കും പേരല്ല. ഇയാളെ കണ്ട ഒരു ഹ്യൂജ്, ഒരു ടെറിബിൾ ഗായ്, ഒരു ടൈറൻ ലുക്കാണ്. അതുകൊണ്ട് ആൾക്കാർ വട്ടപ്പേരിട്ടാണ് ടൈറേനിയസ് എന്ന്. ഇതിൽ വലിയ ലെക്ചർ ഹാളാണ്, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇരിക്കുന്ന ലെക്ചർ ഹാളാണ്. ഈ ലെക്ചർ ഹാളിൽ പൗലോസ് എല്ലാ സന്ധ്യയ്ക്കും ലേറ്റ് ആഫ്റ്റർനൂൺ പൗലോസിൻ്റെ ലെക്ചറുണ്ട്. ഇത് കേൾക്കാൻ വരുന്നവരെല്ലാം മാനസാന്തരപ്പെടും. അപ്പം പാപം ചെയ്യാൻ വന്ന് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞുള്ള കുറവുണ്ടെന്നറിയാമോ? അത് ഇക്കോണമി ബാധിക്കും. ഇവൻ കള്ളു കുടിച്ചെങ്കിലല്ല കള്ളു വെച്ചവർക്ക് പൈസ കിട്ടത്തുള്ളൂ. ഇവൻ കാഴ്ച കൊടുത്തെങ്കിലും മറ്റേ ചേച്ചിമാർക്ക് വരുവാനും കിട്ടത്തുള്ളൂ. ദുർമാർഗത്തിനുള്ള ചേച്ചിമാർ, അവർക്കും പണി പോയി. അത് കഴിഞ്ഞപ്പം എഫെസോസിൻ്റെ അടുത്ത വലിയ വരുമാനം എന്ന് പറയുന്നത് അവിടുത്തെ മന്ത്രവാദ പുസ്തകങ്ങളാണ്. മന്ത്രവാദം എഴുതിയ പുസ്തകങ്ങളുണ്ട്. ഇത് വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് ചെയ്യിപ്പിയെങ്കിൽ അയലോക്കക്കാരൻ്റെ കെട്ടികളുടെ കാലൊടിയും അവൻ്റെ പശു കിണറ്റി വീഴും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ മന്ത്രവാദ പുസ്തകക്കാരെല്ലാം മന്ത്രവാദ പുസ്തകം കൊണ്ടുവന്ന് പൗലോസിനെ കാലൊക്കെ വെച്ച് കത്തിച്ചു. അവരും പെന്തക്കോസ് പോയി. അത് കഴിഞ്ഞപ്പം എഫെസോസ്തയുടെ വിഗ്രഹം ഉണ്ടാക്കി വിൽക്കും തട്ടാന്മാർ. ഭയങ്കര ബിസിനസ്സാണ്. പൗലോസിൻ്റെ അടുത്ത് പൗലോസിൻ്റെ പ്രസംഗം കേട്ട് അവർക്ക് മനസ്സിലായി വിഗ്രഹാരാധന തെറ്റാന്ന്. അവർ ഉണ്ടാക്കി നിർത്തി. ചുരുക്കം പറഞ്ഞാൽ ആ പട്ടണത്തിൻ്റെ മെയിൻ ഇൻകം മുഴുവൻ പോയി, എക്കോണമി പോയി, തകർന്നു. എഫെസോസ് ദേവിയുടെ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോകാൻ ആളില്ല. പൗലോസിൻ്റെ ലെക്ചർ ഹോളിലായിട്ട് ആള്. അപ്പോൾ എന്തറിയാമോ, യഹൂദന്മാരും പിന്നെ ഈ ദുഷ്ടന്മാരായ കുറച്ച്
റോമാക്കാരും കൂടെ പൗലോസിനെതിരെ കൂട്ടുകെട്ടുണ്ടായിക്കൊണ്ട് പൗലോസിനെ അറസ്റ്റ് ചെയ്ത് മരണശിക്ഷയ്ക്കുള്ള വിധി കൊടുത്തു. അത് മൃഗയുദ്ധമാണ്. വലിയ കൊളോസ്യമുണ്ടല്ലോ, അവിടെ പൗലോസിനെ കൊണ്ടുവിടും. ഒന്നേ ഒരു സിംഹത്തെ കെട്ടഴിച്ചു വിടും, അല്ലെ 2 കാളെ വിടും. ഒരു കാള കുത്തി അങ്ങോട്ട് എറിയും, മറ്റേ കാള കുത്തി ഇങ്ങോട്ട് എറിയും. എങ്ങനെ ജീവിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി പിന്നീട് കൊരിന്ത്യർക്ക് എഴുതേണ്ടി വന്നു. കാരണം ഇയാൾ ഇവിടുത്തെ അപ്പോസ്തലൻ അവർ ചോദിക്കുക, ഇയാൾ ഇവിടുത്തെ അപ്പോസ്തലൻ്റെ കാര്യം ഒന്നാമത് കണ്ടാൽ ഒരു സ്മാർട്ടല്ല, ഒരു പേഴ്സണാലിറ്റി ഒക്കെ വേണ്ട. കണ്ടു കഴിഞ്ഞാൽ ഇതാകപ്പാടെ 5 അടി പോക്കമില്ല, 4 അടി സംതിങ്ങേ ഉള്ളൂ. ഇച്ചിരി ഒരു മനുഷ്യൻ മേല് മുഴുവൻ തല്ലും ഏറും കൊണ്ടതിൻ്റെ പാടാ, ഇങ്ങനെ മുഴുവൻ അവരൊരു പരുവമാക്കിയതാണ്. അവൻ്റെ ശാരീരിക സാന്നിധ്യം നിന്ദ്യമെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ഒന്നുമില്ല. ഇച്ചിരി ഉള്ളൂ, ഒരു ഇങ്ങനെ വലിഞ്ഞു കയറി വന്നിരിക്കുക, കണ്ടാലും ഇങ്ങനെ ഇരിക്കുന്നത്. ഇയാളെടുത്ത അപ്പോസ്തലനെ എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, ദൈവത്താൽ തന്നെ അപ്പോസ്തലത്വം പ്രാപിച്ചു ഞാൻ. എന്നിരുന്നാൽ കടന്നുപോയ കഷ്ടതകളുടെ വഴി ഒന്ന് കുറിച്ചു വെക്കേണ്ടി വന്നു. പക്ഷെ ഈ കാര്യം ക്രിസ്ത്യൻഡത്തിൽ എല്ലാവർക്കും അറിയാം. പൗലോസിന് മൃതയുദ്ധം നേരിടേണ്ടി വന്നെന്നും പൗലോസിനെതിരായിട്ട് വിധി പുറപ്പെടുവിക്കുമ്പോൾ സഭ പെട്ടെന്ന് കത്തയക്കുക. ഇന്നത്തെ പോലെ നമുക്ക് ഇമെയിൽ അയക്കാനൊക്കത്തില്ലല്ലോ. കത്തെഴുതി ഒരാളിനെ ഏൽപ്പിച്ച് ഒരു സഭയ്ക്ക് കൊടുക്കുകയാണ്. അവരതിൻ്റെ കോപ്പി എഴുതി ഒരുപാട് പേർക്ക് അയക്കുക. നമ്മുടെ സഹോദരനായ പൗലോസ് ഇന്ന പ്രശ്നങ്ങൾ നേരിടുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ സഭ ഒന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അപ്പോസ്തലിക് റൈറ്റിങ്സിലുണ്ടെന്ന് പറയുന്നത്. അപ്പം റൈറ്റിങ്സ് ഓഫ് ദി ഏർലി ചർച്ച്, അപ്പോസ്തലിക് റൈറ്റിങ്സ് ഓഫ് ദി ഏർലി ചർച്ചസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് വില്യം മിച്ചൽ റാംസെ, പിന്നെ പൗലോസിൻ്റെ ഒറിജിനൽ ബയോഗ്രഫി, ഈ പുസ്തകങ്ങൾ ഒക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യം പൗലോസ് ഒരു സിംബോളിക്കായിട്ട് പറഞ്ഞതല്ല. എഫെസോസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നുള്ളത് സിംബോളിക്കല്ല, റിയാലിറ്റിയാണ്. റിയൽ യുദ്ധം തനിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങോട്ടെങ്കിലും പോയില്ലെങ്കിൽ നമുക്കൊരു കുന്തം മനസ്സിലാകത്തുമില്ല. ആദ്യം പുള്ളി സിംബോളിക്കായിട്ട് പറഞ്ഞാന്ന് പറഞ്ഞു, അലങ്കാരമായിട്ട് പറഞ്ഞ പോലെ ആലങ്കാരിയായിട്ട് പറഞ്ഞു. ആലങ്കാരികമാണ് കടന്നുപോയെന്ന് ആ പാവം മനുഷ്യനറിയാം. ഓക്കെ, താങ്ക് യു മാം. എഫെസോസ് എന്ന് പറയുന്നത് ഇന്നത്തെ ടർക്കിയാണ്. ടർക്കി, ഇന്നത്തെ വെസ്റ്റേൺ ടർക്കി. യെസ്, ഈസ്റ്റേൺ ടർക്കി. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ ക്ലോസ് ചെയ്യേണ്ട സമയമായി. പ്രേക്ഷകർക്ക് ഈ സെഷൻ പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമന്റ് ബോക്സിലോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. We will answer to the questions at the right time. May God bless you all. Thank you once again.